പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പുറത്തേക്ക് അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ജോലിയില്ലേ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഒബ്വിയസ്ലി പുറത്തുള്ള നാട് അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ലൈക്ക് മൈ പെർസെപ്ഷൻ, എന്തെങ്കിലും ഒരാളുടെ കീഴിൽ ഒരു ഫേവറബിൾ കണക്ഷൻ ഉണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ആണ് മോസ്റ്റ്ലി. ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വീട്ടുകാരെ ചെലവിന് ജീവിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ പണിയെടുക്കണ്ട. ഓക്കെ, താങ്ക് യു. പഠിച്ച് പാസ്സായവർക്ക് ഇപ്പോൾ ജോലിയില്ല. കുറെ PSC എഴുതിയിട്ട് ഇപ്പോൾ ആൾക്കാർ ജോലിയുണ്ട്. ആരെയും കുത്തിയതുപോലെ നാട്ടിൽ നിൽക്കും. ഓക്കെ, വെരി ഗുഡ്. എന്താണ് അപ്പം പുറത്തേക്കുള്ള ആ ഒരു വലിയ പളവളപ്പുള്ള പൈസ ഒന്നും താല്പര്യമില്ല? നമുക്ക് നോർമലി ജീവിക്കാനുള്ള പൈസ മതിയല്ലോ. പൈസ മതി, അന്നെന്നുള്ളത് ജീവിച്ചാൽ മതി. നമ്മുടെ പുതുതലമുറ പഠിത്തത്തിന് ശേഷം നമ്മുടെ നാട് പ്രിഫർ ചെയ്യാതെ പുറത്തെ നാടുകളിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്നു. അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് അവരോട് തന്നെ ചോദിച്ചാലോ? കേട്ടെ, നിങ്ങൾ പിള്ളേർ പഠിത്തം കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കാൻ ജോലിക്ക് നിൽക്കാൻ പ്രിഫർ ചെയ്യുന്ന നാട് ഏതാ? കേരളമാണോ അതോ ഇന്ത്യയാണോ അതോ നാടിന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നോ? പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പുറത്തേക്ക്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ജോലിയില്ലേ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞോ. ഈ ഇവിടെ എപ്പോഴും ഉണ്ടാവണേ. പുറത്ത് പോയി പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാം കിട്ടും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന സാലറി ഒക്കെ കിട്ടുന്നു പുറത്ത്. സാലറി കിട്ടും. കിട്ടും. ജീവിത സൗകര്യങ്ങൾ കിട്ടും. ജീവിത സൗകര്യം ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിതസുഖങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ടാണോ പുറത്തേക്ക് പോകുന്നത്? ഇവിടെ ഒന്നും കിട്ടില്ല, കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ വീട്ടിൽ എല്ലാവരും വിട്ടുപോകുന്നതിന് അങ്ങനെ വിഷമമൊന്നുമില്ല? ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ടുണ്ട്. പിന്നെ മാറൂലേ? മാറും. നല്ല സുഖങ്ങളൊക്കെ കിട്ടും. മാറൂലേ? ഐ മീൻ നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ് എന്ന് വെച്ചാൽ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങൾ പഠിത്തം അല്ലല്ല ചാനലിടും. അത് ഞാൻ ചോദിക്കുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട്. നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ കേരളമാണോ ജോലിക്ക് പ്രിഫർ ചെയ്യുന്നത് അതോ ഇന്ത്യക്ക് പുറത്തേക്കാണോ? ഇന്ത്യക്ക് പുറത്തേക്ക്. അതെന്തുകൊണ്ടാണ്? എഡ്യൂക്കേഷൻ സിസ്റ്റം ബെറ്റർ. പിന്നെ ഒരു പുറത്തേക്ക് കഴിയുമ്പോൾ കുറച്ചും കൂടിയും വാല്യൂ കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് ഇന്ത്യയിലേക്ക് വന്ന് ജോലി ചെയ്യുമ്പം ഇവർ പുറത്ത് പഠിച്ചാന്നുള്ളൊരു വാല്യൂ ഉണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ട് കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവർക്കും പുച്ഛ. ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും എല്ലാ യങ്സ്റ്റേഴ്സും പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യണം തന്നെ. അതായത് ആൾക്കാർക്കെല്ലാം മുൻവിധിയാണ്. എത്ര ടാലന്റഡ് ആണെങ്കിലും അവർ കേരളത്തിൽ പഠിച്ചാണല്ലോ. അത് ഓർത്ത് ഇപ്പം വല്ല പുറത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ചെന്ന് ഓർത്താൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു വാല്യൂ നമുക്ക് ഇവർ പുറത്ത് ഇവിടെ ഇങ്ങനെ യൂണിവേഴ്സിറ്റി പഠിച്ചാന്നുള്ളൊരു ഇത് അവർ കൊടുക്കും. അതുകൊണ്ട് തന്നെ സാലറി അങ്ങനെ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കൂട്ടി കൊടുക്കാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തേക്ക് പോകാൻ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ യൂത്ത്സ്, അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പഠിത്തം കഴിഞ്ഞാൽ ഇന്ത്യയാണോ പ്രിഫർ ചെയ്യുന്നത് അതോ പുറത്തെ നാടുകളാണോ? എന്നാൽ എന്തുകൊണ്ടാണത്? ഒബ്വിയസ്ലി പുറത്തുള്ള നാട് അത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ലൈക്ക് മൈ പെർസെപ്ഷൻ, ബിക്കോസ് ഒന്ന് ഇവിടെ ജഡ്ജ്മെൻറ്റിൽ ആൾക്കാർ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് ലൈക്ക് വിത്ത് ലിങ്കപ്സ്, ലൈക്ക് എന്തെങ്കിലും ഒരാളുടെ കീഴിൽ ഒരു ഫേവറബിൾ കണക്ഷൻ ഉണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ജോബ്സ് ആണ് മോസ്റ്റ്ലി. ആ ഒരു രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ മേ ബി ബിക്കോസ് ഓഫ് ദീസ് ടു റീസൺസ് ആയിരിക്കണം മെയിൻലി പ്രയോറിറ്റൈസ്. വേറെ കുറേ റീസൺസ് ഉണ്ട്, പക്ഷേ ഇതാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ ബിക്കോസ് ഓഫ് ദീസ് അതാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കഴിവിൻ്റെ ബേസിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എബ്രോഡ് തന്നെ പോകണമെന്നാണ് താങ്കളൊരു പെർസെപ്ഷൻ. താങ്ക് യു. നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ കേരളത്തിലാണോ കേരളത്തിന് പുറത്തേക്ക് അതോ വെളിനാടുകളിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഇല്ലേ? ജോബിനെ കുറിച്ച് പറയുന്നേ? ഇല്ല, നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പഠിക്കുന്നില്ലേ? ഉണ്ട്, എവിടെയാണെങ്കിലും മതി. ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? വലിയ ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹമില്ല. അപ്പൊ പിന്നെ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യും. എവിടെ വീട്ടുകാരെ ചെലവിന് ജീവിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ പണിയെടുക്കണ്ട. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ പഠിക്കുമല്ലേ എല്ലാവരും? പഠിത്തം കഴിഞ്ഞാൽ പുറത്തേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അതോ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ രണ്ടിനും താല്പര്യമുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ ടൈമിനനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായമാണോ? നാട്ടിൽ തന്നെ നിന്ന് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? അങ്ങനെ പ്രതീക്ഷയില്ല. ബിസിനസ് ഉണ്ട്, ഫാമിലി ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിലാണ് കൂടാൻ നിങ്ങൾക്കോ? സെയിം തന്നെ. താങ്ക് യു. പഠിക്കുവാണോ? നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ നാട്ടിൽ സെറ്റിൽ ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് അതോ വിദേശത്തേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത്? വിദേശത്ത്. എന്തുകൊണ്ടാണ്? നാട്ടിൽ ജോലി കിട്ടില്ല?
കിട്ടുമായിരിക്കും, പക്ഷെ എന്തോ വിദേശത്ത് പോകാനാണ് താല്പര്യം. എന്തുകൊണ്ടാണ് ആ താല്പര്യം? നമുക്കൊരു ഒരു എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട്. കൊണ്ടുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ ആ വെറൈറ്റി കിട്ടില്ല എന്നാണ് ചിന്തിക്കുന്നത്. നാട്ടിലിപ്പോൾ 20 കൊല്ലം നമ്മൾ ജീവിച്ചല്ലോ, ഇനി കുറച്ച് പുറത്തൊക്കെ പോയി വെറൈറ്റി ആയിട്ടുള്ള. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിത്തം കഴിഞ്ഞിട്ട് നാട്ടിൽ നിൽക്കാനാണോ അതോ പുറത്തേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത്? പുറത്തു പോകാനാണ് അതെ, പുറത്താണോ? എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ജോബിലൊന്നും വിശ്വാസമില്ല? പഠിച്ചിട്ട് കാര്യമില്ല, സാലറിയും ഭയങ്കര ഡൗൺ ആണ്. പുറത്തു പോയാൽ ഒന്നും കൂടി സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പുറത്തു പോകുന്നത് ഗൾഫാണോ അതോ യൂറോപ്യൻ നാടുകളാണോ? യൂറോപ്യൻ നാടുകൾ. അവിടെ തന്നെ സെറ്റിൽ. കാനഡ ബെസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ അത്ര വിശ്വാസമില്ല. അല്ല, ജോബും സാലറിയും വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ അതായിട്ട് തോന്നുന്നു. ലൈഫ് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിദേശത്തേക്ക് തന്നെ. അപ്പോൾ നമ്മുടെ ജനറേഷൻ എല്ലാം അങ്ങോട്ട് ഒഴുകുന്നു. പഠിച്ച് പാസ്സായവർക്ക് ഇപ്പോൾ ജോലിയില്ല, കുറെ PSC എഴുതിയിട്ട് ഇപ്പോൾ ആൾക്കാർ ജോലിയുണ്ട്. ആരെയോ കുത്തിയതുപോലെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ പഠിക്കുമല്ലേ? സ്റ്റുഡൻസ് അല്ലേ? നിങ്ങൾ പഠിത്തം കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാനാണോ അതോ പുറത്തേക്ക് പോകാനാണോ ജോബിന് ആഗ്രഹിക്കുന്നത്? പുറത്തേക്ക് പോകാനായി പഠിപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് പോകാൻ ബിടെക്. പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ ഡിപ്ലോമയാണ്, അത് കഴിഞ്ഞ് ബിടെക് എടുക്കും. ഓക്കെ, ബിടെക് എടുത്ത് ജോബിനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അത് പുറത്തേക്കാണ്. എന്തുകൊണ്ടാണ് നാട്ടിൽ ജോലിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല? നമ്മള് പഠിത്തം കഴിഞ്ഞിട്ടില്ല, ആഗ്രഹിച്ചില്ല. അവിടെ പുറത്ത് കുറെ ഏട്ടന്മാരുണ്ട്, അപ്പോൾ ഒരു സെറ്റ് ആയി തരാൻ പറഞ്ഞു. ഓക്കെ, അപ്പം നാട്ടിലെ ചേട്ടന്മാരെയൊക്കെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അവർക്ക് സ്വന്തം ചേട്ടന്മാർ അല്ല, നാട്ടിൽ തന്നെ അവർ നാട്ടിൽ പഠിച്ചിട്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതാണ് പുറത്തേക്ക് പോയത്. അവർക്ക് ജോലി കിട്ടിയാണ് അവിടെ സെറ്റിലാണ്. അപ്പോൾ പണ്ട് പോയാൽ റെഡിയാക്കി തരും, എല്ലാം റെഡിയാക്കി തരും. ആ പ്രതീക്ഷയിലാണ് പഠിക്കുന്നത്. നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. താല്പര്യത്തിന്റെ റീസൺ എന്തുകൊണ്ടായിരിക്കും? പ്രത്യേകിച്ച് റീസൺ പറയാനില്ല. ഒരു നല്ലൊരു ജോലി ഇവിടെ കിട്ടിയാൽ അവിടെ നിൽക്കും. നാട്ടിൽ നല്ലൊരു ജോലി കിട്ടിയാൽ നിൽക്കും. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ്. അതേപോലെ തന്നെ പുറത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടത്തിനാട്ടിയും നല്ല സ്കോപ്പ് ഉണ്ട് പുറത്തൊക്കെ. സാലറി കുറച്ച് കൂടുതലായിക്കാരോ, പിന്നെ പുറത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ജോലി എന്താ? നമ്മൾ പഠിത്തം കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കുവോ പുറത്തേക്ക് പോവോ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടിയിട്ട്? നാട്ടിൽ നിൽക്കും. ഓക്കെ, വെരി ഗുഡ്. എന്താണ് അപ്പം പുറത്തേക്കുള്ള ആ ഒരു വലിയ പളവളപ്പുള്ള പൈസ ഒന്നും താല്പര്യമില്ല? നമുക്ക് നോർമലി ജീവിക്കാനുള്ള പൈസ മതിയല്ലോ. പൈസ മതി, അന്നുള്ള ജീവിച്ചാൽ മതി. കൂടുതൽ പൈസ ഒന്നും വേണ്ട, ആവശ്യത്തിന് മതി. അപ്പൊ എന്നിട്ട് നാട്ടിൽ തന്നെ? നാട്ടിലല്ല, നമ്മളവിടെ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഭാരതത്തിൽ തന്നെ, നമ്മുടെ നാട്ടിൽ രാജ്യത്ത് തന്നെ. രാജ്യം വിട്ടുപോകാൻ ആഗ്രഹമില്ല? അഥവാ അത്യാവശ്യ ഘട്ടങ്ങൾ നിന്നാൽ പോകേണ്ടി വരുമല്ലോ. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോകേണ്ടി വരും. സെറ്റിൽ ചെയ്യാൻ ഇവിടെ തന്നെ താല്പര്യം, കൂട്ടുകാരെ പോലെ അല്ല. ഒരാളാ പറയുന്നത് നാട്ടിൽ തന്നെ. ഇത്രയും പേരോട് ഞങ്ങൾ ചോദിച്ചു വന്നിട്ട് ഒരാളാ പറയുന്നത് കേട്ടോ. വെരി ഗുഡ്. പോയി വന്നതായി അവിടെ ചേർന്ന് ദുബായിൽ നിന്ന് അവിടെ ജോബിന് പോയി വന്നു. പിന്നെ ഞങ്ങളെ കൂടെ കയറിയതാ. ഒപ്പൻ തന്നെ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, അവിടെ അങ്ങനെ കുറച്ച് പ്രശ്നമാണ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ എന്താ പഠിക്കുന്നത്? ഞങ്ങൾ പോളി SSM. ഓക്കെ, താങ്ക് യു സോ മച്ച്.